പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ വനംവകുപ്പിന്റെ കൂട്ടിലാകപ്പെട്ട പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. ശിരുവാണി കേരളമേട് കാട്ടിലാണ് പുലിയെ തുറന്നുവിട്ടത്. ഇന്നലെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളും ചെയ്യുന്നു. ഷംന, സിംഗന്തായി പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ. എന്തായാലും വളരെ ഹെൽത്തി ആയി പുലി അകത്ത് പോയി, കാട്ടിപ്പോയി അല്ലേ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 9:45 കൂടിയാണ് ഈ പുലി കൂട്ടിലകപ്പെടുന്നത്. ഈ മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി ഈ പുലിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാരുടെ വലിയൊരു ആശങ്കയായിരുന്നു. കാരണം ഇവിടെ ജനവാസ മേഖല കൂടിയാണ് ഈ കാഞ്ഞിരപ്പുഴ. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണമുണ്ട്. ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ഇങ്ങനെ വന്യജീവികൾ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ കാട്ടുപുലിയാകുമെന്നൊക്കെ ഒരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് കഴിഞ്ഞ മാസമാണ് പുലി എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഒരു 1.5 ആഴ്ച മുൻപാണ് കൂട് സ്ഥാപിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിനടുത്തുള്ള ഒരു പ്രദേശത്ത് വാക്കോട് റബ്ബർ തോട്ടത്തിലായിരുന്നു കൂട് സ്ഥാപിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രി 9:45 കൂടി പുലി കൂട്ടിൽ അകപ്പെടുന്നു. പക്ഷേ ഈ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നു വിടുന്നതിനെതിരെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഈ ശിരുവാണി കാട്ടിൽ തുറന്നു വിട്ടാൽ പുലി വീണ്ടും ഈ മേഖലയിൽ തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇതോടുകൂടി വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. ഒപ്പം തന്നെ ഈ പുലി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുലി നിരവധി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെയൊക്കെ പിടിച്ചു കൊണ്ടുപോയ ഘട്ടത്തിലൊക്കെ ഇത് കാട്ടുപൂച്ചയാകാം എന്നൊരു നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ പുലി എന്ന സ്ഥിരീകരണം വരുന്നതോടുകൂടി ഇവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമുണ്ടായി. അതേ തുടർന്ന് തന്നെ ഈ പുലിയെ ഇന്നലെ രാത്രി തുറന്നു വിടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് വനംവകുപ്പ് ഉൾക്കാട്ടിൽ തുറന്നു വിടുന്നത്. ശിരുവാണി കേരളമേട് കാട്ടിലാണ് ഇപ്പോൾ പുലിയെ തുറന്നു വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ പുലി ഏകദേശം 6 വയസ്സ് പ്രായമുള്ള പുലിയാണെന്ന് കൂടി വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പുലിയുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരം എന്നുകൂടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് കാട്ടിൽ തുറന്നു വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ജനങ്ങളുടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആശങ്കയായിരുന്നു ഈ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ഈ പുലി ഇറങ്ങുന്നതും വന്യജീവി ആക്രമണം ഉണ്ടാവുന്നതുമൊക്കെ. അതിനൊക്കെ ഒരു താൽക്കാലിക പരിഹാരമായിട്ടുണ്ട് ഹാഷ്മി സ്മിത. അതെ, താൽക്കാലിക പരിഹാരം എന്നേ പറയാൻ കഴിയൂ. കാരണം ഇതിപ്പോൾ ഒരു പുലി ഇനി അതെ എത്രയോ കാലങ്ങളായി ഇങ്ങനെ ഓരോരോ പുലി മനുഷ്യന്മാരുടെ വാർത്ത നമ്മൾ അല്പസം മുമ്പ് കണ്ടതേ ഉള്ളൂ. ഇതിപ്പോ കാട്ടുപൂച്ചയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് ഓടിപ്പോകുമ്പോൾ ചെറിയ സാധനമാണ്, വലിയ പുലി അല്ല. അതുകൊണ്ട് ആദ്യം കാട്ടുപൂച്ചയാണെന്നാണ് വിചാരിച്ചത്. പുലി തന്നെയാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.